ഈശ്വരാ, ഇത് നടക്കണേ. ഷാരടയും ദിനേശനും ഒരിടം വരെ പോയിരിക്കുക. അവരോട് വന്നിട്ട് ഒരുമിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാം. അതൊരു അകത്തോട്ടിരിക്ക. വേണ്ട വല്ലഭ, വന്ന കാര്യം പുറത്ത് പറയാനുള്ളതാ. നീ പറഞ്ഞു. വേണ്ടോ, താൻ തന്നെ പറ. എന്നാ നമുക്ക് രണ്ടുപേർക്കും കൂടി പറയാം. ആർക്കും വേണ്ടാത്ത ആ ഭാർഗവി നിലയം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയനാ ഇത്. മറ്റവന്മാർക്ക് ഞങ്ങൾ വേറെ കൊടുത്തോളാം. വല്ലഭ ഇത്രയും ബഹുമാനമൊന്നും വേണ്ട. ബഹുമാനിച്ചതല്ലടാ, പിന്നെ വീട് വാങ്ങാൻ വന്നവർ എന്റെ പുറത്ത് കാര്യം പറഞ്ഞിട്ട് പോയതാ. നീ എന്താ ഈ പറയുന്നേ? മലയാളം കോഡ് ഭാഷ. ആ ഭാർഗവ നിലയം അവർക്ക് വേണ്ടാന്ന്. ഭാർഗവി നിലയാണെന്ന് അവരെങ്ങനെ അറിഞ്ഞു? മറ്റാരുമായിട്ട് ഇടപെടാൻ നമ്മൾ അവർക്ക് അവസരം കൊടുത്തില്ലല്ലോ. സത്യം പറ, നീ അവരോട് പറഞ്ഞോ? ഒരു കച്ചവടം നടക്കുമ്പോ വീടിന്റെ ഉടമസ്ഥനുമായി കൂടണ്ടേന്ന് അവര് പറഞ്ഞപ്പ ഇന്നലെ വൈകിട്ട് അവര് താമസിക്കുന്ന ഹോട്ടലിലേക്ക് ദേ ഇയാളെ കൊണ്ട് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നിനക്കറിയാലോ, കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യമേ പറയുള്ളൂ. മച്ചിടിഞ്ഞ് വീണാണ് മുത്തശ്ശൻ മരിച്ചതെന്നും കിണറിന്റെ കയറ് തൂങ്ങിയാണ് മുത്തശ്ശൻ മരിച്ചതെന്നും പിന്നെ വീടിന്റെ പേര് ഭാർഗവി നിലയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല ഇങ്ങനെ ധാര ഒഴിച്ചു തന്നോണ്ടിരുന്ന പിന്നെ ആരായാലും സത്യം പറയില്ലേ? കത്തിമൂർച്ച കൂട്ടാനുണ്ടോ? നമ്മുടെ രണ്ട് കത്തിമൂർച്ച കൂട്ടാനില്ലേ? കത്തിയോടെ കുത്തിക്കൊല്ല്. എങ്ങോട്ടാ പോയത്? കത്തിമൂർച്ച കൂട്ടുന്ന ആളാണെങ്കിൽ അതല്ലടാ, മറ്റൊരു എങ്ങോട്ടാ പോയതെന്ന്. അവരിവിടുന്ന് പടി ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓട്ടോ വിടണേ. അതെ, ഇതിന്റെ കൂടെ കടിക്കാൻ എന്തോ അടുത്ത വീട്ടിലെ പട്ടിയുണ്ട്. ഞാനുണ്ട്. മാറങ്ങട്. രാംഭവന്റെ കാലത്തെ ടിവിയാ. ഇതൊന്ന് മാറ്റി കളർ ടി വി ആക്കാൻ പറഞ്ഞിട്ട് എത്ര കാലായി. എങ്കിൽ ഇവറ്റകളൊക്കെ കളറായിട്ട് കാണായിരുന്നു. അതെങ്ങനെ? കലാപതമുള്ളവനോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ചുമ്മാ ശരീരം നന്നാവാത്ത അസൂയ പുരുഷ ലക്ഷണമല്ല. നീ അത് ഓൺ ചെയ്തേ. നീ അങ്ങനെ കാണണ്ട. നീ അത് തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. ഞാൻ കാണുന്നില്ല. സമാധാനായില്ലേ? നീ അങ്ങനെ കാറ്റും കൊള്ളണ്ട. നീ എന്തിനാ ഈ തുണിയൊക്കെ എടുത്ത് ബാഗിലിടുന്നത്? നമ്മളെങ്ങോട്ടെങ്കിലും യാത്ര പോകണ്ട? യാത്ര പോണുണ്ട്. നമ്മളല്ല, നീ ഇന്ന് യാത്രയാവുകയാണ് വല്ലഭ. നീ കൊണ്ടുവന്ന നിന്റെ എല്ലാ വൃത്തികെട്ട സാധനങ്ങളും ഇതിലുണ്ട്. പിടി. ദിനേശ, എന്തോ നീ എന്താ ഈ പറയണത്? ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ശരി, നമ്മൾ ഇവിടെ താമസമാക്കിയിട്ട് എത്ര കാലമായി? 5-6 മാസമായിട്ട്. 5-6 മാസമല്ല, ഇക്കഴിഞ്ഞ 13 ആയപ്പോ 8 മാസം. മാസങ്ങൾ പോണത് അറിയില്ലട്ടാ. ആണല്ലേ? എടാ, ഒരു മുറുക്കാൻകടയുടെ മുന്നില് വസ്തു വിൽക്കുന്നതിനും വാങ്ങുന്നതിനും സമീപിക്കുക വല്ലഭൻ ഇടുക്കി എന്ന് ചുണ്ണാമ്പിൽ എഴുതിയ ബോർഡും വെച്ചോണ്ടിരുന്ന തറ ബ്രോക്കറായ നിന്നെ ഈ വീടും വാടകയ്ക്കെടുത്ത് ഇവിടെ കുടിയിരുത്തേക്കണ എന്തിനാ? അത് പിന്നെ ഷാരടിയുടെ വീട് വിറ്റ് തരാൻ. അതിനുവേണ്ടി ഫുൾ ടൈം അലയാനാണ് മാസ ശമ്പളവും. സ്ഥലം വിറ്റാൽ നീ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കമ്മീഷനും നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ചത്. അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് വീട് വാങ്ങാൻ വന്നവരുടെ പുറകെ അലഞ്ഞു തിരിഞ്ഞു വന്ന എന്നോട് അതിനെ കുറിച്ചൊരു വാക്ക്. അല്ല, അത് ഞാൻ ചോദിക്കാൻ നാവ് പുറത്തേക്ക് ഇട്ടപ്പോഴല്ലേ. നീ കൂടുതൽ നാക്കൊന്നും പുറത്തേക്കിട്ട് ബുദ്ധിമുട്ടണ്ട. പോവാൻ നോക്കണം. എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് ഞാനിത് കച്ചവടാക്കിക്കോളാം. ദിനേശ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടാന്ന് എനിക്ക് അറിയാം വല്ലഭ. കഴിഞ്ഞ 2 മാസത്തെ വാടക എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് മനുഷ്യന്റെ മനസ്സിൽ തീയ. അപ്പൊ എന്റെ മനസ്സിൽ തീയില്ലേ? ഉണ്ടെങ്കിൽ വല്ല ഫയർ സ്റ്റേഷനിൽ വിളിച്ച് പറയടാ. ഇപ്പൊ പറഞ്ഞ 2 ദിവസത്തിനുള്ളെങ്കിലും വരും. അതായത് ദിനേശ, എന്തൊരു ചൂട്. നീ സീരിയസ് ആണല്ലേ? ആ, വളരെ സീരിയസാ. അപ്പൊ ഗുഡ് നൈറ്റ് എന്നത്തേക്കുമായിട്ട്. പിന്നെ പോകുമ്പോ നിന്റെ ആ പാട്ട ബോർഡ് കൂടി എടുത്തോണ്ട് പോകാൻ മറക്കണ്ടേ. വീട്ടില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കണ്ടിരുന്ന മഹാലക്ഷ്മിയാണ് നീ പുറകാലിനെ ചവിട്ടി പുറത്താക്കണെന്ന് ഓർത്തോ? പക്ഷെ മൂദേവിയെ ചവിട്ടി പുറത്താക്കുന്നോണ്ട് യാതൊരു തെറ്റൂല വല്ലഭ. നീ പോവാൻ നോക്കടാ. പോകൂടാ. അതെ, ഈ രാത്രി തന്നെ പോണ. ഓടിച്ചിട്ട് പിടിച്ച് വൃക്ക തട്ടിയെടുക്കണ കാലോണേ. ഞാനിവിടെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടിയിട്ട് രാവിലെ പൊക്കോളാടാ. രാവിലെ എന്ന് പറഞ്ഞ വെളുപ്പിന് എന്നോട് യാത്ര പോലും പറയാൻ നിൽക്കണം. എന്താടാ ഫാൻ ഓൺ? ആ, വേണ്ട വേണ്ട. ടി വി ഓൺ? പോടാ പുറത്ത്. വേണ്ട. വൃക്ക നോക്കിക്കോടാ പന്നി. എന്റെ ദൈവമേ. ദിനേശ, ദിനേശ, ഗുഡ് മോർണിംഗ്. നീ പോയില്ലേ? രാവിലത്തെ ബെഡ് കോപ്പിയും കൂടി തന്നിട്ട് യാത്ര പറഞ്ഞ് പോകാൻ കരുതി നിന്നതാ. എന്നാ കോപ്പി അവിടെ വെച്ചിട്ട് പോ. നാളെ രാവിലെ കാപ്പി വരാൻ ഞാൻ വേണ്ടല്ല. വേല ഇറക്കാതെ പോവല്ലവാ. അങ്ങനെ കാപ്പി കുടിക്കണ്ട. രാവിലെ കാപ്പി സോപ്പിടാൻ വന്നിരിക്കുന്നു.
ഈശ്വരാ അവന്മാര് വീണ്ടും തല്ലാൻ വരികയാണോ? വല്ലഭ എന്താ തല്ലിയത് മതിയായില്ലേ? പരമു ചേട്ടൻ നല്ല ആളാ. ബസ് സ്റ്റാൻഡിൽ വരാൻ കാർ ഇട്ടിട്ട് കണ്ടതേ ഇല്ല. തപ്പി പിടിച്ചാ ഇവിടെ എത്തിയത്. അയ്യോ കാർഡൊന്നും എനിക്ക് കിട്ടിയില്ല. ആ അപ്പൊ അതാ കാര്യം. വല്ലഭൻ ഈ നാട്ടിലില്ലേന്ന് ഞങ്ങൾ ശങ്കിച്ചു. അല്പം താമസിച്ചിരുന്നെങ്കിൽ എന്നെ കാണാൻ പറ്റില്ലായിരുന്നു. അല്ല ഞാനൊരു വഴിക്ക് ഇങ്ങനെ യാത്ര പോകാനായിട്ട് ബാഗ് കണ്ടപ്പോഴേ മനസ്സിലായി. മുത്തച്ഛനുണ്ടോ? മുത്തച്ഛ നീ ഇങ്ങോട്ട് പറഞ്ഞേ, കാര്യങ്ങളൊക്കെ ചുരുക്കി അങ്ങോട്ട് പറയാം. വാ. വല്ലഭേട്ടന്റെ ഓഫീസ് അമ്മേ. നല്ല ബിസിനസ്സാന്നാ കേട്ടെ. അല്ലെങ്കിൽ പിന്നെ ടൗണിൽ സ്വന്തമായിട്ട് ഇങ്ങനെ വീടൊക്കെ വാങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് എത്രയും വേഗം ഒരു കിടപ്പാടും 10 വാഴ വെക്കാനുള്ള മണ്ണ് നീ ശരിപ്പെടുത്തി തരണം. പെട്ടെന്നൊരു സ്ഥലമൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞാ എന്തായാലും കുറച്ച് സമയം എടുക്കും. നീ രാവിലെ ചായ കുടിക്കാതെ ഇതങ്ങോട്ട് പിടിച്ചേ. ആ ബാഗ് ഇങ്ങനെ ദിനേശൻ വല്ലവന്റെ ഫ്രണ്ട്. ഞാൻ വിചാരിച്ചു വല്ലഭന്റെ പാചകക്കാരനായിരിക്കും. പാചകം ചെയ്യും. ഞാൻ ഉണ്ടാക്കുന്ന കിച്ചടി പച്ചടി പാൽപ്പായസൊക്കെ ഇവന് ഭയങ്കര ഇഷ്ടം അല്ലടാ. പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞ അപ്പൊ തന്നെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങും. കുഞ്ഞുങ്ങളുടെ മനസ്സാണേ. കുടിച്ചു കഴിഞ്ഞോ? ഇങ്ങ വന്നടാ. ഇപ്പൊ വരാേ. എന്താ വല്ലു? അതെ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ പ്ലേയുടെ ഉദ്ദേശം എന്താണെന്ന്? മഹാലക്ഷ്മി കുടുംബത്തോടെ വീട്ടിൽ കയറി വന്നിരിക്കല്ലേ. മഹാലക്ഷ്മി കുടുംബം? എടാ അത് പരമുച്ചാട്ടനും കുടുംബമല്ലേ? ആയിക്കോട്ടെ, പക്ഷെ അവര് നമുക്ക് മഹാലക്ഷ്മി ആണല്ലോ. ആണെങ്കിൽ ചവിട്ടി പുറത്താക്കരുത്. പക്ഷെ എനിക്ക് അവര് മൂദേവിയാ. നീ എന്തോ മനസ്സിൽ വെച്ചോണ്ടാ സംസാരിക്കുന്നത്. ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് എന്റെ വിഷമം കൊണ്ടാ. എന്റെ അവസ്ഥ നിനക്കറിയില്ലേ? ആ വീടും പറമ്പും വിറ്റിട്ട് അതിന്ന് കിട്ടാനുള്ളത് കിട്ടിയാലേ എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങും. നീ കൂടുതൽ ഒതുങ്ങല്ലേ? അവർക്ക് വേണ്ടത് ഒരു വീട്, നമുക്ക് കൊടുക്കാനുള്ളത് ഒരു വീട്. അത് നടക്കില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇത് കാലല്ല, എന്റെ കൈയാണ്. വിട്ടു വിട്ടു, എനിക്ക് അവരെ കൊണ്ട് പോണം. എങ്ങോട്ട്? അത് നീ അറിയേണ്ട ആവശ്യമില്ല. എടാ വല്ലഭ, ഞാൻ എന്താ പ്രശ്നം? അല്ല അത് പിന്നെ ഒരു പ്രശ്നമില്ല. അതെ, ഇവന്റെ കസ്റ്റഡിയിൽ ഒരു വീടും പറമ്പും കൊടുക്കാനുണ്ടേ. അതൊരു ഗൾഫുകാരന് കൊടുക്കാൻ ഇവൻ ഏറ്റവും പോയി. പക്ഷെ നമ്മുടെ ആൾക്കാരുള്ളപ്പോ അവർക്ക് കൊടുക്കല്ലേ വേണ്ടത്. ഞാനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം. നീ ഒന്നും മിണ്ടല്ലോ. ഞങ്ങൾക്കാ ഇപ്പൊ വീടിന്റെയും പറമ്പിന്റെ അത്യാവശ്യം. വീട്ടു സാമാനങ്ങൾ മുഴുവൻ വെറ്റുപെറുക്കി വണ്ടി കയറിയത് തന്നെ വല്ലഭനെ വിശ്വസിച്ചു. അല്ല അത് പിന്നെ ഒരു പിന്നെ ഇല്ല. അമ്മാവന് കുടുംബമാണോ നമുക്ക് വലുത്? അമ്മാവൻ വേഗം ചെന്ന് കുളിച്ച് ഫ്രഷ് ആയി എന്നിട്ട് മതി വീടും പറമ്പൊക്കെ കാണല്. ചെല്ലു ചെല്ലു. അല്ല അമ്മ ചായ കുടിക്കുന്നില്ല. ചായ കുടിക്കട കള്ള. ശരിയാ, വാതിൽ കിടക്കാൻ പ്രയാസമാവും ഈ കസേരയും കൊണ്ട്. വീട് കാണാനാ ഷാരടി ചേട്ടാ? വരൂ വരൂ, ധാരാളം കാണാമല്ലോ. വീടിന്റെ ഓണറാ ഷാരടി ചേട്ടനാ പേര്. ഷാരടി ചേട്ടാ, ഞങ്ങൾ വീടൊന്ന് കയറി കാണുകയാണേ. അമ്മാവനോട്ടിരിക്കുക, ഞങ്ങളൊന്ന് കണ്ടേച്ചു വരാം. വല്ലഭോ, എനിക്കും കൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ വീടിന്റെ ഫോട്ടോ ചാറ്റ് എടുത്തുതരാം. ചുമക്കാൻ വയ്യ. എന്നിട്ട് നീ നന്നായിട്ട് ചമയ്ക്കുന്നുണ്ടല്ലോടാ. പച്ചക്കറി ഇവിടെ ഇറക്കി വെക്കണ്ട മുത്തച്ഛ. വേണ്ട, അതിന് അതേ തന്നെ നോട്ടെ. കണ്ടോ, ഇതാണ് മെയിൻ ഹാള്. 1836. അത് സൈസാണ് അമ്മായി. വീടിന്റെ വിസ്തീർണം. ആ കാണുന്ന ഒരു ബെഡ്റൂം, പിന്നെ ഇതൊരു ബെഡ്റൂം, ആ കാണുന്ന കിച്ചൺ. എല്ലാം കാണാം, വന്നാട്ടെ. ആ പിന്നെ അയ്യോ, മുമ്പ് ഇവിടുന്നാണ് മച്ചിടിഞ്ഞ് മുത്തശ്ശന്റെ തല വീഴാൻ പോയപ്പോ തന്നെ ചാരടി വന്ന് കൈവച്ച് തടുത്ത് നിർത്തി. എന്നിട്ട് ഒന്നുമില്ല, പിന്നെ ഒന്നുമില്ല, തീർന്ന് എല്ലാം പോയി ഫിനിഷ്. പിന്നെ ഈ വീടിന് നാട്ടുകാർ വിളിക്കുന്നത് ഭാർഗവീ നിലയം. ഭാർഗവീ നിലയം അല്ല, എങ്ങനെ വിളിക്കാതിരിക്കും? ചേട്ടൻ ഭാർഗവീ നിലയം സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭാഗ്യം. അതായത് ഈ ഭാർഗവീ നിലയം ഫുൾ സിനിമ ഷൂട്ട് ചെയ്തത് ഈ വീട്ടിൽ വെച്ചല്ലേ? ഓ, പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. അമ്മാവൻ ഈ വീട് വാങ്ങുകയാണെങ്കിൽ പൊളിച്ച് പണിയുകയോ അല്ലെങ്കിൽ പെയിന്റ് മാറ്റുകയോ ഒന്നും ചെയ്യരുത്. അതെന്താ? ഭാർഗവീ നിലയത്തിന്റെ 2ാം ഭാഗം പിടിക്കാൻ പോവല്ലേ? അതെ, നല്ല കോള, ചോദിക്കുന്ന പൈസയും കിട്ടുവേ. പ്രേമനസീർ ഷീലൊക്കെ എവിടെ ഇരുന്നാണ് അഭിനയിച്ചത്? പിന്നെ താമസം എന്റെ വരുവാന്നുള്ള പാട്ട് നാസിർ സാർ ഇല്ല ബാത്റൂമിൽ നല്ല പാടിയത്. ബാത്റൂമിലോ? നേരത്തെ അത് ബെഡ്റൂം. ഇനി കിണർ കാണാം, കിണർ കാണാം. സൂക്ഷിക്കണം, കിണറിനകത്ത് പാമ്പുണ്ട്. അയ്യോ പാമ്പോ? പമ്പ്, കിർലോസ്കർ പമ്പേ. വാ 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 അമ്മാവാ, ഇതാണ് കിണർ. ഈ കിണറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എത്ര മഴ പെയ്താലും ഇത് പറ്റുകയില്ല. മുത്തശ്ശി കയറയിലാത്തു. അതെ, മുത്തശ്ശി ഈ കരയല്ല മരിക്കുന്നവരെ വെള്ളം കോരിക്കൊണ്ടിരുന്നത്. അതിനിവിടെ പൈപ്പൊക്കെ ഉണ്ടല്ലോ. പക്ഷെ മുത്തശ്ശി അങ്ങനെ സ്വന്തം കൈകൊണ്ട് വെള്ളം കോരി കുടിച്ചാലേ കുളിക്കൂ. അത് മുത്തശ്ശിയുടെ ഒരു ഹോബിയാ. അല്ലെങ്കിൽ ഈ പൈപ്പിന്നൊക്കെ പറഞ്ഞൊരു അന്ധവിശ്വാസല്ലേ? അയ്യോ, അവൻ അങ്ങനെ വിളിക്കല്ലേ പാവം. അതെ അമ്മാവ, ഇനി ഒരുപാട് കാഴ്ചകൾ അപ്പുറത്ത് കാണാനുണ്ട്. നോക്കി നടക്കണേ, മുള്ളുണ്ട്. അമ്മാവ, ഈ റോഡാണ് NH 48 ആക്കുന്നത്. സർവേ ഒക്കെ കഴിഞ്ഞിരിക്കുക, മന്ത്രിയുടെ ഒപ്പിട്ടാ മാത്രം മതി.
റോഡ് ഓപ്പൺ ആയ പിന്നെ കോയമ്പത്തൂർക്ക് നടന്നു പോകാനുള്ള ദൂരല്ലേ ഉള്ളൂ അത് മാത്രോ വരാൻ പോണ എയർപോർട്ടിന്റെ കാര്യം എയർപോർട്ടോ? ആ നമ്മുടെ വീടിന്റെ പുറകില് അര പെരലോന്ന് നടന്നാ മതി. അതുകൂടി ആയിക്കഴിഞ്ഞാല് കട്ടപ്പനക്ക് പോകാൻ പരമേട്ടന് ഒരു 1/2 മണിക്കൂർ തികച്ച് വേണ്ട. അതെ അതെ മാത്രോ സ്ഥലത്തിന്റെ വില അങ്ങോട്ട് കേറില്ലേ, കേറ് മുകളിലേക്ക്. മറിച്ചു വിറ്റാ ചോദിക്കുന്ന വിലയും കിട്ടും. ഞാൻ അമ്മാവനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ആയിക്കോട്ടെ. നിങ്ങൾ പാടി. ഒരെണ്ണം ഒപ്പിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് അത് കൊളാക്കണം കേട്ടാ. ഒപ്പിച്ചുണ്ടെന്ന് എവിടെ? ദേ, ഈ കച്ചവടം നടക്കുവാണെങ്കിൽ രജിസ്ട്രേഷൻ കഴിയുന്നവർ ഒരു തുള്ളി പോലെ അടിച്ചു പോരുന്നു. മനസ്സിലായി? നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കടാ. നിന്നോട് കൂടിയാ ദേ, ദേ, ഈ വീടിന്റെ സത്യാവസ്ഥ അവരോടും തുറന്ന് പറയട്ടെ. എന്തെങ്കിലും ഒരു തമാശ വരുമ്പോഴേക്കും അപ്പോഴേക്കും ചൂടാവും. ആ എങ്ങനെ ഉണ്ടാ? എനിക്കിഷ്ടായി. വലിയ മുറികളാ, കാറ്റും വെളിച്ചൊക്കെ കിട്ടുകയും ചെയ്യും. ഇനി നിനക്കോടി പുത്തൻ തലമുറയാ, ചോദിച്ചില്ലാന്ന് വേണ്ട. ഭാർഗവീ നിലയത്തിന്റെ 2ാം ഭാഗത്തിന് വരുമ്പോ വലിയ വാടകയൊന്നും ചോദിക്കരുത് അച്ഛാ. അവര് ഷൂട്ടിംഗ് വേറെ എവിടേക്കെങ്കിലും മാറ്റിയാലോ? ഓ, ഇവള് വളരെ മുന്നോട്ട് കടന്ന് ചിന്തിക്കുക. ഈവറ്റകളുടെ ഇഷ്ടം തന്നെയാ എന്റെ. അമ്മാവൻ എന്ത് തോന്നുന്നു? നീ ഇത്തിരി മണ്ണി കൂടെ എടുത്തേ. ഓ, ഞാൻ സ്ഥിരമായിട്ട് മൂത്രം ഒഴിക്കുന്ന സ്ഥലമാ. അവിടുന്ന് മണ്ണെടുത്ത് വായിലിട്ടിട്ട് അയാൾ എന്താ കാട്ടണേ? എന്തെങ്കിലും കാട്ടട്ടെ. കന്യക യൂറിയായും നാടൻ സ്പിരിറ്റും സമം ചേർത്തതിന്റെ സ്വാദ്. ഒരു 50 വർഷത്തിനിപ്പുറം ആരും കൃഷി ഇറക്കിയിട്ടില്ല. നല്ല വളക്കൂറും പശപച്ചപ്പും. അതെ,